ഉദയ്പൂരിൽ ദളിത് മാധ്യമ പ്രവർത്തകന് മർദ്ദനം. ചോദ്യം ചെയ്യപ്പെടുന്നത് ജാതി വിവേചനം മാത്രമല്ല, മാധ്യമ സ്വാതന്ത്ര്യവും. രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിലെ ഗോകുണ്ടയിൽ നിന്ന് പുറത്തുവരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഒരു ദളിത് മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ചു, ജാതി അധിക്ഷേപിച്ച് വിളിച്ചു എന്നാണ് ആരോപണം. തലയ്ക്കും മുഖത്തും കഴുത്തിലും നെഞ്ചിലും പരിക്കേറ്റു. അതിന് പിന്നാലെ ആശുപത്രിയിലും വീണ്ടും ആക്രമണമുണ്ടായെന്നാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത്. പക്ഷേ ഈ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്നോ, ആക്രമിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകനെതിരെ തന്നെയും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സംഭവം നടന്നത് ഓഗസ്റ്റ് 19-നാണ്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ 42-കാരൻ ലഖൻ സാൽവി ജസ്വന്ത്ഗഡിൽ നിന്നുള്ള ആളുകളുടെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അവർ SDM ഓഫീസിൽ നിവേദനം നൽകാൻ എത്തിയതായിരുന്നു. അതിനിടെയാണ് ഗോപാൽ ലോഥ എന്നയാൾ തന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പിന്നീട് തർക്കമുണ്ടായെന്നും സാൽവി ആരോപിക്കുന്നത്. സാൽവിയുടെ ആരോപണം വളരെ ഗുരുതരമാണ്. തന്നെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചെന്നും നീച്ച് എന്ന് പലതവണ വിളിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. തുടർന്ന് മർദ്ദിക്കുകയും പിന്നീട് മൂർച്ചയുള്ള വസ്തുവുമായി വീണ്ടും ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി. ആക്രമണത്തിൽ തല, മുഖം, കഴുത്ത്, കൈകൾ, നെഞ്ചു തുടങ്ങിയ ഭാഗങ്ങളിൽ പരിക്കേറ്റതായും തലയിൽ നിന്ന് രക്തം വന്നതായും സാൽവി പറയുന്നു. ഇവിടെ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്. ആക്രമണത്തിന് ശേഷം സാൽവിയെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നഴ്സുമാർ ചികിത്സ നൽകുന്നതിനിടെ ഗോപാൽ ലോഥ വീണ്ടും ആശുപത്രിയിലെത്തി പിന്നിൽ നിന്ന് തലയിൽ അടിച്ചെന്നാണ് സാൽവി ആരോപിക്കുന്നത്. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ തങ്ങൾ കണ്ടതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവത്തിൽ സാൽവിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ BNS വകുപ്പുകളും SC/ST നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തു. പക്ഷെ അതിന് പിന്നാലെ കഥ മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നു. ആക്രമണത്തിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഗോപാൽ ലോഥയും സാൽവിക്കെതിരെ FIR നൽകി. ഗോപാലിന്റെ വാദം വ്യത്യസ്തമാണ്. തർക്കം ആദ്യം തുടങ്ങിയത് സാൽവിയാണെന്നും സാൽവി തന്നെ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന പേനയും മോതിരവും കൊണ്ടാണ് സാൽവിക്ക് പരിക്കേറ്റെന്നും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും ഗോപാൽ പറയുന്നു. ആശുപത്രിയിൽ വെച്ച് താൻ മനഃപൂർവ്വം അടിച്ചില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത് വെറും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമാണോ, അതോ ഇതിന് പിന്നിൽ ജാതിയുടെ ഒരു വലിയ പശ്ചാത്തലമുണ്ടോ? ഇവിടെയാണ് സംഭവത്തിന്റെ മറ്റൊരു ഭാഗം ശ്രദ്ധിക്കേണ്ടത്. സാൽവി പറയുന്നത് ഗോപാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ താൻ മുമ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും അതിനുശേഷം തനിക്കെതിരെ വിരോധം നിലനിന്നിരുന്നുവെന്നാണ്. 2025 നവംബറിൽ തന്നെ ഗോപാൽ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ എഴുതിയെന്നാരോപിച്ച് സാൽവി പരാതി നൽകിയിരുന്നു. SC/ST കോടതിയെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അന്ന് FIR രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് സാൽവി പറയുന്നത്. ഇവിടെയാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഒരു സാധാരണ പൗരന് നേരെ ആക്രമണമുണ്ടായാൽ നിയമ സംവിധാനത്തെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ ആ അവകാശം കൂടുതൽ പ്രധാനമാണ്. കാരണം ഒരു മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രം ആക്രമിക്കുന്നതല്ല, അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങളെയും ചോദ്യം ചെയ്യുന്ന അധികാരങ്ങളെയും പൊതുജനങ്ങളുടെ ശബ്ദത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അതേസമയം 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ആരാണ് കുറ്റക്കാരൻ എന്ന് ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല. അത് അന്വേഷണത്തിലൂടെയും തെളിവുകളിലൂടെയും കോടതിയിലൂടെയും തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ജാതിയുടെ പേരിലുള്ള അധിക്ഷേപം, മാധ്യമപ്രവർത്തകനെ ജോലിക്കിടെ തടസ്സപ്പെടുത്തൽ, ശാരീരിക ആക്രമണം, ഇതൊന്നും സാധാരണ തർക്കമായി കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ദളിത് സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ മാധ്യമപ്രവർത്തകനായി എത്തുമ്പോൾ അദ്ദേഹത്തിന് നേരെയുള്ള ജാതി അധിക്ഷേപ ആരോപണം വളരെ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതുണ്ട്.